ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ബയോളജി ആൻഡ് കെമിസ്ട്രി ബോർഡ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോൾട്ട് അനാലിസിസ് ഉണ്ട്, വോളിമെട്രിക് ഉണ്ട്, ഓർഗാനിക് അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ലാബിൽ കയറിയപ്പോൾ തന്നെ കറക്റ്റ് ആ ടൈമിൽ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു എല്ലാവരും പോയി നിങ്ങളുടെ പ്ലേസിലിരിക്കുക, നമുക്ക് റോൾ നമ്പർ നമ്മുടെ സ്ഥലത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് ഏത് സോൾട്ടാണോ വേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അവിടെ കുറേ സോൾട്ട് ഇങ്ങനെ ഒരു ട്രേയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, പല പല നമ്പർ ഇട്ടിട്ട് നമ്മൾ ആ സോൾട്ട് ചൂസ് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടീച്ചർ പറഞ്ഞു തന്നു, ഞങ്ങൾ ടീച്ചർ ഓൾറെഡി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ കോമ്പിനേഷൻസ് നമ്മുടെ ലാബിലുള്ളത്. അതായത് കാൽഷ്യം കാർബണേറ്റ്, ബേരിയം കാർബണേറ്റ്, അങ്ങനെ ഓരോരോ കോമ്പിനേഷൻസ്. അപ്പോൾ മിസ്സ് പറഞ്ഞു മാക്സിമം നിങ്ങൾ പ്രിലിമിനറിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ പ്രിലിമിനറിയിൽ നമുക്ക് ഹിൻഡ് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഏതാണ് നമുക്ക് നമ്മുടെ സോൾട്ട് എന്ന്. അങ്ങനെ എനിക്ക് കിട്ടിയത് ഞാൻ പെട്ടെന്ന് അതെടുത്തു നോക്കിയപ്പോൾ ഒരു ക്രിസ്റ്റൽ കൈൻഡ് ഓഫ് സോൾട്ടാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും കാർബണേറ്റ് ആവാൻ ചാൻസ് ഇല്ല, കാരണം കാർബണേറ്റ് പൊടി പോലെയല്ലേ. അപ്പം ഞാൻ പ്രിലിമിനറി ചെയ്തു. പ്രിലിമിനറി ചെയ്തപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല. അതായത് ബേരിയവും വന്നില്ല, മറ്റേ കാൽഷ്യം വന്നില്ല, അലൂമിനിയം വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ ഈ 3 കോമ്പിനേഷൻസ് എന്തായാലും എല്ലാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സമാധാനമായി, കാരണം കാറ്റയോണ് ആ തേർഡ് ഗ്രൂപ്പ് തൊട്ടിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ സംഭവങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സമാധാനപ്പെട്ടു, ഓക്കെ ഇതൊന്നല്ല എൻ്റെത് എന്നുള്ളൊരു സമാധാനത്തിൽ ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആനയോൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കാർബണേറ്റ് ഞാൻ ചെയ്തില്ല. എനിക്ക് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ നൈട്രേറ്റ് അല്ലെങ്കിൽ സൾഫേറ്റ് ആവും എന്നുള്ളൊരു ഇൻഡ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ നൈട്രേറ്റും സൾഫേറ്റും ചെയ്തപ്പോൾ എനിക്ക് ടെസ്റ്റ് നെഗറ്റീവ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം, എന്നിട്ട് ക്ലോറൈഡ് ചെയ്തു. ക്ലോറൈഡ് ചെയ്തപ്പോൾ അതും നെഗറ്റീവ്. അപ്പോൾ എനിക്ക് ഡൗട്ടായി ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നമാണോ, ഇനിയിപ്പോൾ കാർബണേറ്റ് ഇനി ക്രിസ്റ്റൽ ഫോമിൽ വല്ലതുമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കാർബണേറ്റും ചെയ്ത് നോക്കി. കാർബണേറ്റും കിട്ടുന്നില്ല. അസറ്റേറ്റ് ചെയ്തു, അസറ്റേറ്റും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് വീണ്ടും എന്തോ ടെൻഷനായിട്ട് ഞാൻ വീണ്ടും പോയി ഞാൻ നൈട്രേറ്റ് ചെയ്ത് നോക്കി. അപ്പോഴത്തേനും എൻ്റെ സൈഡിലുള്ള പിള്ളേരൊക്കെ വോളിമെട്രിക്ക് കഴിഞ്ഞു തുടങ്ങി. ഓരോ ലൈൻ ബൈ ലൈൻ നമുക്ക് ഓരോ കുട്ടികൾക്ക് ഇന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആദ്യം ഏതാ ചെയ്യേണ്ടതെന്ന്. അപ്പോഴത്തേനും എല്ലാവരും കഴിഞ്ഞു തുടങ്ങി. വോളിമെട്രിക് കഴിഞ്ഞ് അവർ സോളിലോട്ട് വരാനായി. എനിക്ക് അവിടെ ഇരുന്ന് ടെൻഷൻ ആവുന്നേ, കാരണം എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം എന്തൊക്കെയോ ചെയ്ത് ഞാൻ കൺഫർമേറ്ററി ചെയ്യാമെന്ന് വിചാരിച്ചു. കൺഫർമേറ്ററി ചെയ്തപ്പോൾ എനിക്ക് നൈട്രേറ്റിന് കൺഫർമേറ്ററി കിട്ടിയില്ല, സൾഫേറ്റിന് കിട്ടിയില്ല, ഇത് ക്ലോറൈഡിന് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ എനിക്ക് സമാധാനമായി, ഓക്കെ സെറ്റ് ക്ലോറൈഡാണ്. അപ്പം ഞാനിനെ ആലോചിച്ചു ഇനി ക്ലോറൈഡിൻ്റെ കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്. അലൂമിനിയം ഉണ്ട്, ബേരിയം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പിന്നെ അമോണിയം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രിലിമിനറിയിൽ നിന്ന് മനസ്സിലായി അലൂമിനിയം അല്ല, ബേരിയം അല്ല, കാൽഷ്യം അല്ല. അപ്പോൾ ഉറപ്പ് അമോണിയം ഗ്രൂപ്പിൻ്റെ നമ്മുടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വരാൻ പാടില്ല എന്നാണല്ലോ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത്. അത് ചെയ്തപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി, ഇതെന്താ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നു, വരാൻ പാടില്ലല്ലോ എന്നല്ലേ. അങ്ങനെ ഞാൻ ആകെ കൂടി ടെൻഷനായിട്ട് ഞാൻ മിസ്സിനോട് പോയി പറഞ്ഞു മാം എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. മിസ് പറഞ്ഞു ഒന്നുകൂടെ ചെയ്തു നോക്കാൻ. ഞാൻ എന്നിട്ട് വീണ്ടും ഞാൻ പ്രിലിമിനറി ചെയ്തു, അലൂമിനിയം ചെയ്തു. ആ പേപ്പർ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് കത്തിക്കുന്നില്ലേ, അലൂമിനിയം ചെയ്തിട്ട് കിട്ടുന്നില്ല, ബ്ലൂ ആഷസ് ഇല്ല. മറ്റേ ഫ്ലെയിം ടെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു റീച്ചൊക്കെ അഗെയിൻ. ടീച്ചറൊക്കെ പറഞ്ഞു തരുന്നില്ല, സമയവും കഴിഞ്ഞു, പിള്ളേരെ ഓർഗാനിക് ഒക്കെ കഴിഞ്ഞ് ഓരോന്ന് കഴിഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാൻ പ്രിലിമിനറി ചെയ്തപ്പോൾ കത്തിക്കുമ്പോൾ അതേ കറക്റ്റ് പച്ച ഫ്ലെയിം വന്നു. അപ്പോൾ ഓക്കെ വേരിയം അങ്ങനെ പെട്ടെന്ന് സംഭവങ്ങളൊക്കെ എഴുതി. പിന്നെ വേഗം ഞാൻ മറ്റേ വോളിമെട്രിക്കിൽ പോയി. വോളിമെട്രിക്ക് ഞാൻ പെട്ടെന്ന് ചെറുത് തീർത്തു, കാരണം ഈ സാധനമൊക്കെ നമ്മൾ തുറക്കുമ്പോൾ KM നമ്പർ പതുക്കെ അല്ലേ ഒഴിക്കുക, അതൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ചപ്പോൾ അങ്ങ് പെട്ടെന്ന് കിട്ടി. പിന്നെ ഓൾറെഡി ഞാൻ വാല്യൂവും കാൽക്കുലേഷൻസൊക്കെ മുന്നേ പഠിച്ചു പോയതുകൊണ്ട് ആ സെയിം വാല്യൂ തന്നെ ഞാൻ അവിടെ പോയി എഴുതിയത്. അത് കഴിഞ്ഞ് ഓർഗാനിക്കിൽ ഞാൻ പോയപ്പോഴത്തേനും കുറേ പേരുടെ ഒക്കെ ഓർഗാനിക് കഴിഞ്ഞിരുന്നു. അപ്പോൾ 2-3 സാമ്പിൾസ് അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഈ അമീനും ഫീനോളും ഒക്കെ എല്ലാവരും പെട്ടെന്ന് തന്നെ എടുത്തു, കാരണം ആ കളറ് കാരണം മനസ്സിലാവുമല്ലോ. അങ്ങനെ ആദ്യം വന്നവരൊക്കെ അതെടുത്തു. ഞാൻ അവിടെ പോയപ്പോഴത്തേനും ആകെ 2-3 സാമ്പിൾസേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഒരെണ്ണം അങ്ങ് എടുത്തു. മണപ്പിച്ച് നോക്കിയപ്പോൾ അടിപൊളി മണം.
നല്ല സെറ്റ് സ്മെല്ല്. അപ്പോൾ മനസ്സിലായി ഓക്കെ ആൽക്കഹോളാണ്. അങ്ങനെ ആൽക്കഹോളിന് മറ്റേ സെർക്ക് അമോണിയ അങ്ങ് ഇട്ടപ്പോൾ റെഡ് കളറായി. വേഗം തന്നെ അത് ഞാൻ ടീച്ചർക്ക് പോയി കാണിച്ചു കൊടുത്തു. അതോടെ പെട്ടെന്ന് കഴിഞ്ഞു. സോൾട്ടിന് കുറേ ടൈം എടുത്തു. സോൾട്ടിൻ്റെ ആനയും കിട്ടാണ്ട് കുറേ നേരം കാറ്റയും കിട്ടാണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേനും സംഭവം അടിപൊളിയായി. പിന്നെ വൈവയ്ക്ക് ഞാൻ കുറേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ഇൻ ഡെപ്ത് ഞാൻ സോൾട്ട് അനാലിസിസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് അത്ര കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്നാൽ പോലും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തത് സോൾട്ട് അനാലിസിസിലാണ്. വൈവയ്ക്ക് എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് എന്താണെന്ന് ചോദിച്ചില്ല. പ്രൊജക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല. പോട്ടെ പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ പോലും ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത സോൾട്ടിൻ്റെ കൺഫർമേറ്ററി ചോദിച്ചു. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ ഈ സോൾട്ട് അനാലിസിസിൽ പ്രിലിമിനറി അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ കോൺസെൻട്രേറ്റഡ് HCl ഒഴിക്കുന്നത് ചോദിച്ചു. പിന്നെ എന്താണ് വോളിയോമെട്രിക്കിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചു. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഫീനോളും ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡും ആഡ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കമ്പോണൻ്റെ പേര് ചോദിച്ചു. അതെനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു സോറി മാം എന്ന് പറഞ്ഞു. അപ്പോൾ മിസ് പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്നോട് പല സോൾട്ട് കോമ്പിനേഷൻസിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഒരു പേപ്പറിൽ. അതോടെ കൂടെ വൈവ കഴിഞ്ഞു. അത്ര വലിയ ഡിഫിക്കൽട്ടൊന്നും ആയില്ല. കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചുള്ളൂ. അങ്ങനെ പിന്നെ എഴുതാൻ അത്യാവശ്യം നല്ല വൃത്തിക്ക് എഴുതി. ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ വന്ന് എല്ലാവരും പേപ്പർ റീചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് കെമിസ്ട്രി എക്സാം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല എക്സാം കഴിഞ്ഞിട്ട്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ബയോളജി എക്സാമിൻ്റെ റിവ്യൂ ആണ്. ബയോളജി എക്സാമാണ് ഏറ്റവും സിമ്പിൾ എന്ന് പ്രതീക്ഷിച്ച് പോയെങ്കിലും എനിക്ക് ഏറ്റവും സ്ട്രെസ്സായി തോന്നിയത് എൻ്റെ ബയോ എക്സാമാണ്. ഒരു പാവം പിടിച്ച മിസ്സായിരുന്നു എക്സാം ഇൻവിജിലേറ്റർ. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് മേജർ എക്സ്പെരിമെൻറ്റ് DNA ആണ്. അപ്പോൾ പകുതി കുട്ടികൾ ആദ്യം DNA ചെയ്യും, പകുതി കുട്ടികൾ ആദ്യം മൈറ്റോസിസ്, നമ്മൾ ഒനിയൻ്റെ റൂട്ട് ടിപ്പ് മൈറ്റോസിസ് ആ ഒരു സ്ലൈഡ് പ്രിപ്പറേഷനിൽ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ എനിക്ക് ആദ്യം കിട്ടിയത് മൈറ്റോസിസ് ഇൻ ഒനിയൻ റൂട്ട് ടിപ്പ് ചെയ്യാനാണ്. ഞാൻ ആ സംഭവം എടുത്തു. മൈറ്റോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇടിച്ചു. മൈറ്റോസിസിൻ്റെ സ്ലൈഡിൽ അവിടെ കൊണ്ടുവച്ചു. ഈ മറ്റേ മൈക്രോസ്കോപ്പിൽ വെച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതിൻ്റെ സംഭവം കണ്ടിട്ട്. അപ്പം ഞാൻ എൻ്റെ ടീച്ചറെ വിളിച്ചു. ടീച്ചർ ഈ മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി എന്തൊക്കെയോ കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ടീലോഫേസ് അല്ല, എനിക്ക് കിട്ടിയത് പ്രോഫേസും അനാഫേസായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അനാഫേസിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര ഒബ്വിയസ് ആണ് അനാഫേസിൻ്റെയും പ്രോഫേസിൻ്റെയും. അങ്ങനെ ആദ്യം തന്നെ ഞാനാണത് കഴിഞ്ഞത്. ഇൻവിജിലേറ്ററിനെ വിളിച്ച് ഞാൻ എൻ്റെ ഈ സ്ലൈഡ് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് DNA ആണ്. DNA ചെയ്തത്. അപ്പോൾ DNA നമുക്ക് തരുന്നത് ഒരു പഴമാണ്. പഴം നമ്മൾ ഇടിച്ചിട്ട് അതിൽ ഡിറ്റർജൻറ്റും സോൾട്ടും ഇടണം. എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കണം ഒരു വേറെ ടെസ്റ്റ് ട്യൂബിലേക്കിട്ട്. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ ഈ പഴത്തിൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചപ്പോൾ പഴത്തിൻ്റെ ഒരു പീസ് വീണുപോയി. അപ്പം എനിക്ക് ദേഷ്യം വന്നു. കാരണം നമുക്ക് ചിലപ്പോൾ മാർക്ക് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ചെയ്ത പ്രൊസീജിയർ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിത് രണ്ടാമത് വീണ്ടും ചെയ്തപ്പോൾ ഞാൻ ആഡ് ചെയ്ത ഡിഷ് സോപ്പ് കുറച്ച് കൂടിപ്പോയി. അങ്ങനെ ഞാൻ മൂന്നാമത് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ടീച്ചർ വന്ന് പറഞ്ഞു ആരും ഇപ്പം മെയിൻ ഷീറ്റിൽ ആൻസർ എഴുതി തുടങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കാത്തുക്കുക എന്താ എഴുതാത്തത്. അവിടെ ഒരു ആൻസർ ഷീറ്റ് മിസ്സായിപ്പോയി. എന്നിട്ട് പിന്നെ എവിടുന്ന് ഈ ആൻസർ ഷീറ്റ് എവിടേക്കാണ് പോയി ആർക്കും അറിയില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇൻവിജിലേറ്ററിൻ്റെ ടേബിളിൻ്റെ അവിടെ സൈഡിൽ ബുക്കിൻ്റെ അടിയിലിരിക്കുന്നു. അപ്പം എല്ലാവരും ചോദിച്ചു ഇതെന്താ ഇവിടെ. എനിക്ക് തോന്നുന്നു ആ കുട്ടി തെറ്റിച്ച് അവിടെ വെക്കുന്നതാണ്. പിന്നെ നമുക്ക് സ്പോട്ടേഴ്സ് അറിയാം. സ്പോട്ടേഴ്സ് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു. സ്പോട്ടേഴ്സ് നമുക്ക് ഏതാണ് ബി ഏതാണെന്ന് വേറെ നമ്മളോട് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ ആ ടൈം നോക്കിയപ്പോൾ ഓൾറെഡി 10:15 10:30 ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. 11:20 വരെയാണ് നമ്മുടെ എക്സാം ഉള്ളത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ ഒരു എക്സാം എന്നുള്ളൊരു ഫീൽ അവിടെ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞൊരു ഓപ്പൺ ഡിസ്കഷൻ പോലെയായിരുന്നു എക്സാം ഹാള്. വന്ന ഇൻവിജിലേറ്റർ അത്ര വലിയ കെയറൊന്നും ആക്കിയില്ല. എങ്കിൽ പോലും എല്ലാവരും നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് എഴുതിയിരുന്നു. അങ്ങനെ ഞങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീച്ചർക്ക് കാണിക്കണം എന്നല്ലേ. ടീച്ചർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു എല്ലാവരുടെയും ഡയഗ്രാം ഭയങ്കര ചെറുതാണ്,
ഡയഗ്രാം കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഡയഗ്രാം വരച്ച് മായ്ച്ച് വീണ്ടും എഴുതി വീണ്ടും മായ്ച്ച് അപ്പോഴത്തേനും നോക്കുമ്പോൾ ടൈമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു. എക്സാമിന് എവിടെയാണ് ഈ ടൈം ഇങ്ങനെ പോകുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ 11 അവിടുത്തെ ടീച്ചർ വിളിക്കാൻ തുടങ്ങി, എല്ലാവരും പേപ്പർ തരാം പേപ്പർ തരാം. അതിൻ്റെ ഇടയിൽ ഞാൻ നിന്ന സ്ഥലമാണെങ്കിൽ ഈ സിങ്കിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് എൻ്റെ റോൾ നമ്പർ ഒട്ടിച്ച് വെച്ചുള്ളത്. വന്നു പോണവരൊക്കെ കൈ കഴുകുമ്പോൾ എൻ്റെ പേപ്പറിൽ അത് വെള്ളം നനയും. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഞാൻ എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ ഓരോരുത്തർ എന്നെ വിളിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വേറെ കുറേ പേര് അങ്ങോട്ട് ചോദിക്കും. ഫുൾ ബഹളമായിരുന്നു എക്സാം ആളുണ്ടല്ലോ അന്ന്. അങ്ങനെ ലേറ്റായി. പിന്നെ നമ്മൾ ബസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ബസ് കഴിഞ്ഞു, ബസ് ഇപ്പോൾ വരും, ബസ് വരും, എല്ലാവരും ഇറങ്ങും, മതി മതി എന്ന് ആകെ ബഹളം. അങ്ങനെ കുറേ പേരൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പോയി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ബസ് പോയിക്കോട്ടെ, അടുത്ത 2:30 ഞങ്ങൾക്ക് വേറെ ബസ്സുണ്ട്, ആ ബസ്സിൽ പോവാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ സംഭവങ്ങളൊക്കെ എഴുതി. അങ്ങനെ അതൊക്കെ എഴുതി ടീച്ചറെ കൊണ്ടൊക്കെ ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് പതുക്കെയാണ് പോയത്. പിന്നെ വൈവ ക്വസ്റ്റ്യൻസ് ഇട്ടോ. വൈവ എന്നോട് ചോദിച്ചത് എൻ്റെ പ്രൊജക്റ്റിന് ഇത്രയും ലൈക്ക് ഫിസിക്സ് കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഒരാൾ എന്നോട് എൻ്റെ പ്രൊജക്റ്റിൽ നിന്ന് ചോദിച്ചത് ബയോ ടീച്ചറാണ്. കാരണം ഞാൻ പ്രൊജക്റ്റ് നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ചെയ്ത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വൈവൊക്കെ പഠിച്ചു പോയിട്ട് പ്ലീസ് ആരെങ്കിലും ഒന്ന് ചോദിക്കുമോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരാളും ചോദിക്കില്ല. ബയോ ടീച്ചർ പാവം അത് നമ്മളോടൊക്കെ ചോദിച്ചു, എന്നോട് അത്യാവശ്യം ചോദിച്ചു എൻ്റെ പ്രൊജക്റ്റിന്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി, കാരണം ഞാൻ പഠിച്ചതെല്ലാം അത് ചോദിച്ചു. പിന്നെ എക്സ്പെരിമെൻറ്റിന് എന്നോട് ആകെ കൂടി ചോദിച്ചത് നമ്മൾ ഈ എന്താ DNA എന്തിനാണ് DNA എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഈ മൈറ്റോസിസ് ഇൻ ഒനിയൻ റൂട്ട് ടിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഹീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ സിമ്പിളായിരുന്നു, ഞാൻ നൈസായിട്ട് ആൻസർ ചെയ്തു. അങ്ങനെ ഇതോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്രാക്ടിക്കൽ എക്സാം ഓവർ കംപ്ലീറ്റഡ്. ഇന്ന് നമുക്ക് 2 എക്സാമും കൂടിയായിരുന്നു ഉള്ളത്. PE ഫുഡ് ന്യൂട്രീഷൻ ഡയറ്ററ്റിക്സ്. എക്സാം കഴിഞ്ഞ് ആ ലാബിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു, ലൈക്ക് ഇനി നമ്മൾ ഈ ഭാഗത്തോട്ടൊന്നും വരില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ സ്കൂളിനോട് അത്ര വലിയ താല്പര്യം, അങ്ങനെ പറയാൻ മാത്രം മെമ്മറീസ് ഓർ അത്രയും സ്പെഷ്യലായിട്ടുള്ള പേഴ്സൺസ് ഒന്നും എനിക്ക് ഈ സ്കൂളിലില്ല. ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും, ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ പോലും, ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എനിക്കത്ര സ്പെഷ്യൽ എന്ന് പറയാൻ ഉണ്ടെങ്കിൽ പോലും എനിക്കത്ര സ്പെഷ്യലല്ല ഇവിടെയുള്ള ആരും. അപ്പോൾ എനിക്കത്ര വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ലാബിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലൈക്ക് നമ്മുടെ ലൈഫിലൊരു ഫേസ് ഇവിടെ അവസാനിച്ചു എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് 12th ഗ്രേഡേഴ്സ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യണം. പക്ഷേ നെക്സ്റ്റ് ഡേ 2 എക്സാം ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ മെയിൻ ലാബ് കഴിഞ്ഞു. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. CBSE പ്രാക്ടിക്കലിൻ്റെ റിയൽ ട്രൂത്ത് ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും എക്സാംസിന്ന്, ആ എക്സ്പെക്റ്റേഷൻസിനെല്ലാം ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണ്. കുറച്ച് സ്ട്രെസ് അവിടെയും ഇവിടെ ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് വെരി ഗുഡ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഒരു റിവ്യൂ. ഇനി ഈ വീഡിയോ ആര് കണ്ടാലും ഭാവിയിൽ കുറേ കാലം കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എക്സാം ഡേയ്സിലോട്ടൊക്കെ തിരിച്ച് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പോലും എനിക്ക് കേൾക്കണമെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഇരുന്ന് കാണാമല്ലോ. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. നിങ്ങളുടെ എക്സാം എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ബൈ.